ഹലോ. കർക്കിടകത്തിലല്ല എല്ലാവരും ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ശരീരത്തിനായാലും ഈ ഒരു മാസത്തിലായിരിക്കില്ലേ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ഈ ഒരു മാസത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കുന്നാലേ മരുന്ന് കഞ്ഞി. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കഞ്ഞിയല്ല കേട്ടോ, ഒരു പായസമാണ്. ഉലുവനെ കൊണ്ടുള്ളൊരു പായസം. ഒട്ടേറെ ഗുണങ്ങളടങ്ങിയ ഒന്നാണല്ലേ ഉലുവ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയത് നമ്മുടെ ഉള്ളിലെ ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ഉപകരിക്കുന്നൊരു സാധനട്ടെ ഉലുവ. നന്നായി ക്ലീൻ ചെയ്ത ഉലുവ ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം അതൊരു 4 വിസിൽ കുക്കറിലിട്ട് വേവിക്കുക. വെന്ത ഉലുവ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉലുവ നല്ലതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കാം. ഈ ശർക്കര നമുക്ക് ഉരുക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനവിടെ 3 ആണി ശർക്കര പൊടിച്ചിട്ടോ ചേർത്തത്. ഇനി ആ ശർക്കരയൊക്കെ ഒന്ന് സെറ്റാവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, ഉലുവ പായസം റെഡിയാണ്. ഉലുവയ്ക്ക് ഉലുവേൻ്റെതായ ഒരു ചെറിയൊരു കയ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മധുരം ചേർക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന ശരീരവേദനയ്ക്ക് ഇത് നല്ലതാട്ടോ. കൂടാതെ മുടിക്ക് ഇത് നല്ലതാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മുടിക്ക് നമ്മൾ ഉലുവ അരച്ച് തേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലോട്ട് ചെന്നാലും നല്ലതാട്ടോ. കൂടാതെ പ്രസവരക്ഷയ്ക്കും മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ഇത് നല്ലതാട്ടോ. ഇത് കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇങ്ങനെയാട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ കർക്കിടക മാസത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കുന്നവർ ഇതെന്തായാലും നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.